ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ത്യ ജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കളിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡ് ഒരു വൻ തെറ്റാണ് ചെയ്തത്. കാരണം ഇന്ത്യയെ ഫസ്റ്റ് ബാറ്റിങ്ങിന് അയച്ചു. ഓഫ് കോഴ്സ് നമുക്കെല്ലാം അറിയാം, അവരോർത്തത് ഇന്ത്യ ഒരു 200-220 റെസ്ട്രിക്റ്റ് ചെയ്താൽ നല്ലൊരു ഇംഗ്ലണ്ട് ഓൾമോസ്റ്റ് ചേസ് ചെയ്തല്ലോ. പക്ഷേ അവരൊന്നും ചിന്തിക്കേണ്ടതെന്നാ മുംബൈ പിച്ചല്ല അഹമ്മദാബാദ് പിച്ച്. കാരണം ഇച്ചിരൂടെ വലിയ ഗ്രൗണ്ടാണ്. പിന്നെ നമുക്ക് കണ്ടു മിഡിൽ ഓവേഴ്സിൽ സഞ്ജുവും ഇഷൻ കിഷനും ഔട്ടായി കഴിഞ്ഞിട്ട് എന്തുമാത്രം ബാക്കി പാണ്ഡ്യ, തിലക് വർമ്മ ഒക്കെ ഒന്ന് കളിക്കാൻ ഒരിതായത്. കാരണം ടച്ച് കിട്ടിയെടുക്കാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ കളി പഴിച്ചത് അവർക്ക്. പിന്നെ ഇന്ത്യൻ ബോളേഴ്സ് വാസ് ഓൾവേസ് ഓൺ ടോപ്പ്. എന്തോ പറയുക, വരുൺ ചക്രവർത്തി കുറച്ച് റണ്ണ് കൊടുത്തു, എന്നാലും ബാക്കി അക്ഷർ പട്ടേൽ ടേണിംഗ് പോയിൻ്റ്, ഫിന്നാലനും സൈഫോട്ട് നിന്നൊരു തുടക്കം കൊടുക്കുന്നത് ചിലപ്പം അവിടുന്ന്. കാരണം ലോങ്ങിലുള്ള ബാറ്റിംഗ് ലൈനപ്പാണ് നമ്മുടെ ഇന്ത്യയുടെ കൂട്ട് തന്നെ. ഈവൻ ദോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ വേൾഡ് കപ്പ് വിൻ ഫോർ ഇന്ത്യ. സെക്കൻഡ് ടൈം നോ ടീം, അതായത് ഒരു ടീമും ഇതുവരെ അടുപ്പിച്ച് 2 സ്വന്തം നാട്ടിൽ ജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ ജയിക്കാൻ പോവാണ്, ജയിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ, വണ്ടർഫുൾ ഡേ. താങ്ക് യു.